ടി വാസുദേവൻ നായർ എന്ന അതുല്യ പ്രതിഭയുടെ വിയോഗം മലയാള സാഹിത്യത്തിലും സിനിമാ രംഗത്തും തീർത്തിരിക്കുന്നത് നികത്താൻ കഴിയാത്ത വിടവ് തന്നെയാണ്. മലയാള സിനിമയുടെ അതുവരെയും ഉണ്ടായിരുന്ന നിർമ്മിതികളെയും എഴുത്തിനെയും ഒക്കെ തന്നെ ഉടച്ചുവാർത്ത സിനിമകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത ടിക്ക് അനുശോചനം അറിയിക്കുവാൻ സിനിമാ താരങ്ങളടക്കം ഓടിയെത്തുകയായിരുന്നു. ഇതിനിടെ നടൻ സുരാജ് വെഞ്ഞാറമൂട് ടി വാസുദേവൻ നായരെ അവസാന നോക്ക് കാണുവാൻ എത്തുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറുന്നുണ്ട്. എന്നാൽ പക്ഷേ ഈ ഒരു പ്രചരിക്കുന്ന വീഡിയോ സുരാജ് വെഞ്ഞാറമൂടിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് ഇടയാക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് ധരിച്ചു വന്നതിനാണ് സുരാജ് വെഞ്ഞാറമൂടിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത്. നിരവധി പേരാണ് മരണവീട്ടിൽ സുരാജ് വെഞ്ഞാറമൂട് കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കോഴിക്കോടുള്ള ടിയുടെ സിതാര എന്ന വീട്ടിലേക്ക് എത്തുന്ന സുരാജ് വെഞ്ഞാറമൂടിന്റെ വീഡിയോകൾക്ക് താഴെ കമന്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ്. മലയാളത്തിലെ ഒരു സിനിമ എന്റർടൈൻമെന്റ് ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറുന്നത്. കണ്ണിന് ചുവപ്പ് രോഗമുണ്ടെന്ന് തോന്നുന്നുവെന്നാണ് ചിലരൊക്കെ കുറിക്കുന്നത്. കറുത്ത കണ്ണട വെച്ച് മരണ വീട്ടിൽ ചെല്ലുവാൻ പരിസരബോധമില്ലാത്ത ആളാണ് ഇയാൾ. വീഗാലാൻഡിൽ ടൂറിന് പോകുന്നത് പോലെയാണ് ഇയാൾ പോകുന്നത്. കഷ്ടം, ഇവനൊക്കെ മരണ വീട്ടിൽ ചെല്ലുന്നതും ഇങ്ങനെ തന്നെയാണോ എന്നും, ചെവിയിലെ കുന്ത്രാണ്ടം കുത്തി എവിടെ പോവുകയാണ്, ഡാൻസ് കളിക്കാനാണോ, മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റി വെച്ചുകൂടെ എന്നാണ് ഒരാൾ കുറിക്കുന്നത്. ഒരു മരണ വീട്ടിൽ വരുന്ന കോലം കണ്ടില്ലേ? രണ്ട് കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്താകും മരണവിവരം അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങി പോന്നു. അല്പന് അർത്ഥം കിട്ടിയാൽ ഇങ്ങനെയാണ്, ഇവൻ യഥാർത്ഥ ജീവിതത്തിലും കോമാളിയാണോ എന്നിങ്ങനെയൊക്കെയാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന വിമർശനങ്ങൾ. അർത്ഥമില്ലാത്തവന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കും. ഇപ്പോൾ കണ്ടു, വിവരം കൂടിയാലും പ്രശ്നമാണ്, അത് നടനായാലും ആരായാലും. കാലമേ നന്ദി, മരിച്ചുപോയ ഒരാളെ കാണുവാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നിരിക്കുന്നു. അമേരിക്കയിൽ ടൂർ പോകുന്നത് പോലെ വന്നാൽ പ്രശ്നമില്ല, ഒരാൾ സെൽഫി എടുത്താലാണോ പ്രശ്നം? കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട്, എല്ലായിടത്തും കൂളിംഗ് ഗ്ലാസ് മാറ്റാതെയാണ് നടക്കുന്നത്, എന്തോ സംഭവമുണ്ടെന്നും ചിലർ കുറിക്കുന്നുണ്ട്. മാത്രമല്ല, സുരാജ് വെഞ്ഞാറമൂടിനെ കണ്ടപ്പോൾ സെൽഫി എടുക്കാൻ ചില ആരാധകർ ഒത്തുകൂടുകയും ചെയ്തു. ഇതിനെതിരെയും ചിലർ വിമർശിക്കുന്നുണ്ട്. എന്നാൽ പക്ഷെ സുരാജിനെ പിന്തുണച്ചും ചിലരെത്തുന്നുണ്ട്. പോകുന്ന വഴിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് ചിലർ ചോദിക്കുന്നത്. ബോഡിയുടെ മുന്നിൽ വെക്കാതെ ഇരുന്നാൽ പോരെയെന്നും ചിലർ കുറിക്കുന്നു. ഇതിലൊന്നും ഒരു തെറ്റില്ല. മരണം കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ ഒരു സെൽഫി എടുക്കുന്നത്. പിന്നെ മരിച്ചത് അകാല മരണമൊന്നുമല്ല, ജീവിച്ചു തീർത്ത മനുഷ്യനുമാണ്. അപ്പോൾ ആരും അങ്ങനെ ദുഃഖം കാണിക്കാറില്ല. മാത്രമല്ല, നമ്മുടെ ഇവിടെ ആയാലും പ്രായം ചെന്നവർ മരിച്ചാൽ ആരും അങ്ങനെ കരയാറുമില്ല. എല്ലാവരും ഒത്തുകൂടുമ്പോൾ സംസാരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ സെൽഫി എടുക്കാൻ നിന്നില്ല എങ്കിൽ നാളെ പുള്ളി എയറിലാക്കും, പോസ്റ്റ്മാൻ ഉൾപ്പെടെ എന്നതാണ് സത്യമെന്നും ചിലർ കുറിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അനുകൂലിച്ചെത്തുന്നവരുടെ കമന്റുകൾ. അതേസമയം ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായി മോഹൻലാൽ അടക്കമുള്ളവർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. ടിയെ കുറിച്ച് പറയുമ്പോൾ ഒപ്പം തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിവരുന്ന മറ്റൊരു പേരാണ് നടൻ മമ്മൂട്ടിയുടേത്. ടിയും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വളരെ വലുതാണ്. ടിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വന്നത് മമ്മൂട്ടിക്കൊപ്പമുള്ള ടിയുടെ ചിത്രമായിരിക്കും. മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന ടിയുടെ ഒരു ചിത്രമേറെ വൈറലായി മാറിയിരുന്നു. നടൻ മമ്മൂട്ടിയും ടിയും തമ്മിലുള്ള ബന്ധം മമ്മൂട്ടിയുടെ കരിയറിനോളം തന്നെ പഴക്കമുള്ളതുമാണ്. തന്റെ സിനിമയിലെ നായകൻ എന്നതിലുപരിയായി അവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു അച്ഛൻ മകൻ ബന്ധവുമായിരുന്നു. അതേസമയം പ്രിയപ്പെട്ട ഗുരുനാഥനെ അവസാനമായി കാണാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും കുടുംബവും എത്തിയിട്ടില്ല. കാരണം എന്തെന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി മമ്മൂട്ടിയുടെ ഫാൻ പേജുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഫോട്ടോകളിൽ നിന്നും നടൻ അസർബൈജാനിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് വ്യക്തമാകുന്നത്. ഇത്തവണ മമ്മൂട്ടി ക്രിസ്മസ് ആഘോഷിച്ചതും അസർബൈജാനിലായിരുന്നു. അതേസമയം മരണവിവരം അറിഞ്ഞ് കോഴിക്കോട്ടെ സിത്താരയിലേക്ക് ആദ്യം ഓടിയെത്തിയവരിൽ നടൻ മോഹൻലാലുണ്ട്. എന്നാൽ പക്ഷേ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല. ഗുരുനാഥനെ കാണുവാൻ മമ്മൂട്ടി നേരിട്ട് എത്തിയില്ല എങ്കിൽ പോലും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വികാരഭരിതമായ ഫേസ്ബുക്ക് കുറിപ്പും വൈറലായി മാറി. എന്നാൽ പക്ഷേ സ്വന്തം മകനെ പോലെ ടി കാണുന്ന മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടിക്കെതിരെയും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഏത് തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.